സത്യപാൽ മാലിക്, ഇവരുടെ വിചാരം സത്യപാൽ മാലിക് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെയും മേലെയുള്ള ആളാണ് സത്യപാൽ മാലിക് എന്നാണ് ഈ ദേശാഭിമാനിക്കാർ പറയുന്നത്. അതായത് സത്യപാൽ മാലിക്കിന്റെ മറ്റൊരു പ്രസ്താവന കൂടി ഒരു വലിയ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചർച്ചയായി സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ. ഇവര് വീണ്ടും പുറത്തെടുക്കുകയാണ് സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന. സത്യപാൽ മാലിക് ഇയാൾ വട്ടുപിടിച്ചൊരു മനുഷ്യൻ. ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ? 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെ കുറിച്ച് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാകുന്നു. ഇവർ ചർച്ചയാക്കിയാണ്, ദേശാഭിമാനിയും അന്തംഗമികളും വീണ്ടും ചർച്ചയാക്കിയാണ്. പണ്ട് സത്യപാൽ മാലിക് ഈ പുൽവാമ ഭീകരാക്രമണം യഥാർത്ഥത്തിലുള്ള ആക്രമണം ആയിരുന്നില്ല, അതിൽ ഒരുപാട് സുരക്ഷാ പിഴവുകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് BJP-കാരാണ്, RSS-കാരാണ്, നരേന്ദ്രമോദിയാണ് എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ കെട്ടിച്ചമച്ച കഥകൾ വീണ്ടും ഇവർ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇത് ചർച്ചയാക്കി. ഇവര് ചർച്ചയാക്കിയിട്ട് ഇത് ചർച്ചയായി എന്ന് പറയുകയാണ്. ഒന്ന് നോക്കിയാട്ടെ, ഈ ദേശാഭിമാനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലേക്ക് പോയി കണ്ട് അവിടെയുള്ള ഭീകരരെ പിടിച്ചുകൊണ്ടുവരുന്ന വരെ ആദ്യം നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇമ്മാതിരി കുറെ എണ്ണുണ്ട്. ഇവരെ പിടിച്ച് അകത്തിട്ടാൽ മീഡിയ വണ്ണ് പോലെ ദേശാഭിമാനി പോലെ ഇത്തരത്തിൽ ഏറ്റവും അധികം വർഗീയ വിഷം വമിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മാപ്രകളെ, ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ ആദ്യം പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ നാട് ഏതാണ്ട് വളരെ വളരെ സൗഹാർദ്ദപരവും വളരെ സ്നേഹത്തോടെ ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടായി മാറും. ഇവിടെ വിദ്വേഷം ജനിപ്പിക്കുന്നത്, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നത് ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന മീഡിയ വണ്ണും ഇത്തരത്തിലുള്ള ഈ ദേശാഭിമാനി പോലുള്ള അന്തംഗമികളുടെ പത്രവുമാണ്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ വാസ്തവം? അതല്ലാതെ അന്തംഗമികൾ, പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അമേദ്യം ഭക്ഷിക്കുന്ന അന്തംഗമികൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇതാണ് സത്യം എന്ന്, കാരണം അങ്ങനെയാണല്ലോ, ഈ ഒരു നുണ തന്നെ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് സത്യമാണെന്ന് നമുക്ക് തോന്നും. 1000 തവണ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് അങ്ങനെ ആയിരുന്നല്ലോ ഈ BJP സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്ന പണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ നമുക്കറിയാം, അവിടെ ഗർഭിണി ശൂലം എന്നൊക്കെ പറഞ്ഞേ, ഇവിടുത്തെ ഗർഭിണി ഇവിടുത്തെ ശൂലം, അങ്ങനെ ഒരു സംഭവമില്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ. ഗർഭിണിയുടെ വയറ് കുത്തി തുറന്നു, ശൂലം കൊണ്ട് കുത്തിയെ പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിവൈകാരികത തുളുമ്പുന്ന, വർഗീയ വിഷം തുളുമ്പുന്ന ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ അന്തംഗമ്മികൾ പ്രചരിപ്പിക്കുന്നത്, സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്, അന്തംഗമ്മി സുഡാപ്പി കോംബോകൾ പ്രചരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജമ്മു കാശ്മീരിൽ പഹൽഗാമിലുണ്ടായ അരുംകൊല, ഇസ്ലാമിക ഭീകരർ നടത്തിയ ഈ അരുംകൊലയിൽ ഇസ്ലാമിക ഭീകരരെ വെള്ളപൂശിക്കൊണ്ടുള്ള നിരവധിയായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. ഈ പോസ്റ്റുകളുടെയൊക്കെ ആധികാരികത എന്താണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഈ അന്തംഗമ്മികൾ ഈ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട്. ഞാൻ അതിൽ 1-2 മാത്രം കാണിക്കാം. അതായത് BJP-ക്കെതിരെ, സംഘപരിവാറിനെതിരെ ഉള്ള പോസ്റ്റുകൾ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നൊന്നും നോക്കുന്നില്ല. കയ്യിൽ കിട്ടിയ പോസ്റ്റ്, ഇത് ഇസ്ലാമിക ഭീകരവാദികളുടെ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണല്ലോ. അതായത് ഇസ്ലാമിക ഭീകരവാദികളെ അനുകൂലിച്ചുകൊണ്ട്, അതായത് നമ്മുടെ പഹൽഗാമിൽ നടന്നത് മതം ചോദിച്ചുകൊണ്ട് നടത്തിയ ഒരു കൂട്ടക്കൊലയല്ല, അത് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു കൂട്ടക്കൊലയല്ല, അതിങ്ങനെ ചറപറ കുറെ ഭീകരവാദികൾ വന്നിങ്ങനെ വെടിവെച്ച് കൊന്നു എന്നുള്ള രീതിയിലാണ് അതിനെ വളരെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ വ്യാപകമായി പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇതിന്റെ കുറ്റവാളികളായ ഈ ഭീകരരെ വെള്ളപൂശുന്നതിനൊപ്പം തന്നെ നടത്തുന്നത് ഇത് മുഴുവനും സംഘപരിവാറാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന ഒരു ധ്വനി വരുത്തിക്കൊണ്ട് ഇതിനെ ഈ ഒരു സംഭവത്തെ BJP സർക്കാരിന് എതിരെ ഒരു വികാരം ഉണർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പോസ്റ്റുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയതെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ബോധവും വിവരമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ചില അന്തംഗമ്മികൾക്ക് ബോധവും വിവരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതായത് പിണറായി ഭക്തരുണ്ടല്ലോ, എന്നും രാവിലെ എണീറ്റിട്ട് ഇരുത്തിരി നമ്മുടെ OV വിജയൻ പറയുന്ന പോലെ ഒരു കണ്ടി പിണറായിയുടെ അമേദ്യം, ഒരു കണ്ടി നമ്മുടെ വീണ വിജയന്റെ അമേദ്യം, ഇതൊക്കെ നക്കിത്തുന്ന മാത്രം ഒരു എനർജി കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് അന്തംഗമ്മികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് അവരെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഇവർക്ക് അത്യാവശ്യം ബോധം വിവരമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ രാവിലെ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. പിണറായിന്റെ അമേദ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ദിവസം മുന്നോട്ട് പോകില്ല. ഇത്തരത്തിൽപ്പെട്ട ചില ആൾക്കാർ
ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ആവേശത്തോടെ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഈ അവിടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. 26 പേരെയാണ് ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് വന്നത്. അതിൽ ഒരാൾ മാത്രമാണ് അവിടുത്തെ ഒരു കുതിരക്കാരനായ, അതായത് ഈ വിനോദ സഞ്ചാരികളെ വെടിവെക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുമ്പോൾ അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ച ഒരു കുതിരക്കാരൻ അല്ലാത്ത ബാക്കി 25 പേരും ഹിന്ദുക്കളാണ്, അതായത് മുസ്ലിം ഇതരരാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളെ ഒരു വംശീയ ഹത്യയല്ല, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചിട്ടല്ല കൊന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണിത്. അതായത് ഇന്ത്യ TV ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടിക എന്ന് പറഞ്ഞിട്ട് ഒരു 26 പേരുടെ ലിസ്റ്റ് ഇത് ഇന്നലെ മുതൽക്ക് തന്നെ പ്രചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിൽ ഒരുപാട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതൊക്കെ ഇതിങ്ങനെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇത് മുഴുവനും ഒരു 90% ഇത് ഷെയർ ചെയ്യുന്ന മുഴുവനും അന്തംഗമികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും തീട്ടക്കണ്ടികൾ രാവിലെ മുടങ്ങിറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി എന്ന് വിചാരിക്കുന്ന ചില അന്തംഗമ്മികൾ, പിന്നെ സുഡാപ്പികളും. ഈ സുഡാപ്പികളും അന്തംഗമ്മികളും രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇവരിങ്ങനെ വേഷപ്രച്ഛന്നമായിട്ടാണ് സുഡാപ്പി അന്തംഗമ്മി എന്ന് പറയുന്ന ഒരു കോംബോ ആണ്. ഈ കോംബോകളാണ് ഇത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ TV ന്യൂസിൽ ഇങ്ങനെ ഒരു സാധനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരു ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ TV ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടിക. ഇവരുടെ പട്ടിക എന്താണെന്ന് അറിയോ? കേൾക്കണം നിങ്ങൾ. 1 മുഹമ്മദ് ആസിഫ് UP, അനീസ് ഖുറേഷി UP, ഫൈസൽ ഖാൻ ഡൽഹി, സലീം ബൈഗ് രാജസ്ഥാൻ, അനിൽ റോയ് ബീഹാർ, രമേശ് യാദവ് UP, പ്രദീപ് മിശ്ര UP, ആരിഫ് ഖുറേഷി UP, പ്രവീൺ താക്കൂർ ഹരിയാന, ജമീൽ അഹമ്മദ് പഞ്ചാബ്, സുരേഷ് കുമാർ ഡൽഹി, മോസിൻ ഷേഖ് മഹാരാഷ്ട്ര, അഫ്സൽ അൻസാരി ബീഹാർ, രാമചന്ദ്രൻ കേരളം, ദീപക് വർമ്മ UP, നസീം ഖാൻ UP, സുനിൽ ഗുപ്ത ബീഹാർ, അസ്ലം മിർസ ഗുജറാത്ത്, രാകേഷ് യാദവ് MP, ഷെരീഫ് ഷെയ്ഖ് മഹാരാഷ്ട്ര, ഷാഹിദ് ഹുസൈൻ ഡൽഹി, റിയാസ് അഹമ്മദ് ജമ്മു, മീനാക്ഷി ത്രിപാഠി UP, സലീം ഖാൻ UP, നീരജ് വർമ്മ ഹരിയാന, 26ാമത്തെ പേര് ഇർഷാദ് ഖാൻ ഡൽഹി. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു മരിച്ച 26 പേരിൽ 15 പേർ മുസ്ലിം പേരുള്ളവരാണ്. അതായത് നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു ഹിന്ദു വംശീയതയൊന്നുമല്ല. 26 പേരിൽ 15 പേരാരാണ്? 15 പേർ മുസ്ലിങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരെ കലീമ ചൊല്ലിപ്പിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ വെറുതെ ഈ ആരതി നായരൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഇങ്ങനെ കലീമ ചൊല്ലാൻ വേണ്ടിയിട്ട് ആരതിയുടെ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ആരതിയുടെ അച്ഛനെ കണ്ടപ്പോൾ വെടിവെച്ചു, ഒരുപാട് ആൾക്കാരെ വെടിവെച്ച. അക്കൂട്ടത്തിൽ ഈ ആരതിയുടെ അച്ഛനായ രാമേന്ദ്രനും വെടിയേറ്റ് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടി ആരതി ഇങ്ങനെ പിച്ചുമ്പേയും പറയാണ് കലീമെന്നും ചൊല്ലിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരോടും മതം ചോദിച്ചിട്ടില്ല, ആരോടും ID കാർഡ് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവരാണ് ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് 26ൽ 15 പേരും മുസ്ലിം പേരുള്ളവരാണ്. ഞാൻ വായിച്ച 26 പേരിൽ 15 പേര് മുസ്ലിം പേരുള്ളവരാണ്. കൊല്ലുന്നതിന് മുമ്പ് പേരുകൾ ചോദിച്ച് പിന്നീട് കൊന്നു എന്ന് കഴിഞ്ഞൊരു ദിവസം മുതൽ ആക്രോശിക്കുന്ന ഗോഡി മീഡിയയെ ഇത് തുറന്നു കാട്ടുന്നു. സർക്കാർ ഇത് ശ്രദ്ധിക്കണം. വ്യാജ വാർത്താ ചാനലുകൾക്കെതിരെ നടപടിയെടുക്കണം. ഗോഡി മീഡിയ വിദ്വേഷവും കലാപവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാധീനമുള്ള മാർഗമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് കടപ്പാട് പ്രശാന്ത് നഹദ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഈ പോസ്റ്റ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കണമെങ്കിലേ ഇന്നത്തെ മാധ്യമം പത്രം ഏതായാലും മാധ്യമം പത്രം ഈ 26 പേരുടെ ഫോട്ടോകള് ഇന്ന് മാധ്യമം പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജില് പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 ഒരാളുടെ ഫോട്ടോ മിസ്സിംഗ് ആണ്, കിട്ടിയില്ല തോന്നുന്നു. 25 പേരുടെ ഫോട്ടോകള് അതില് ഒരാൾ മാത്രമേ മുസ്ലിം ആയിട്ടുള്ളൂ. അപ്പൊ പെഹൽഗാമിൽ പിടഞ്ഞു വീണ നിരപരാധികളാണ്. 1 മഞ്ജുനാഥ് റാവു, 2 സോപ്പൈട്ടി മധുസൂദനൻ റാവു, ഭരത് ഭൂഷൺ, സഞ്ജയ് ലെലെ, യതീഷ് ബായ്, സുമിത് പാർമർ, ദിലീപ് ദേശാലെ, പ്രശാന്ത് സത്പതി, സുദീപ് ഗുബാനെ, അതുൽ മോനെ, ഹേമന്ത് ജോഷി, ബിട്ടൻ അധികാരി, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ഇതാണ് കുതിരക്കാരൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിലൊരു കുതിരക്കാരൻ, അത് മാത്രമാണ് ഒരു മുസ്ലിം കൊല്ലപ്പെട്ടത്.
അയാളുടെ പേരാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. പിന്നീട് എൻ രാമേന്ദ്രൻ, നമ്മുടെ മലയാളിയായ എൻ രാമചന്ദ്രൻ, ദിനേശ് മിറാനിയ, സന്തോഷ് ജഗ്ദാലെ, ധീരജ് ഉദ്വാനി, കൗസ്തബ് ഗൺബോധെ, സുശീൽ നദൻലാൽ, ജയസ് ചന്ദ്രമൗലി, സമീർ ഗുഹ, ശൗഭം ദ്വിവേദി, ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ പേര് എല്ലാവർക്കും സുപരിചിതരായിരിക്കല്ലോ. നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ, അതായത് വിവാഹം കഴിഞ്ഞിട്ട് ആറാം ദിവസം ഈ ദുരന്തത്തിനിരയായ വിനയ് നർവാൾ, പിന്നെ എന്താണ് മനീഷ് രഞ്ജൻ, ശൈലേഷ് ഭായ്, അങ്ങനെ 25 പേരുടെ പടങ്ങളാണ് മാധ്യമപത്രം കൊടുത്തത്. അപ്പോൾ ഈ മാധ്യമപത്രം തന്നെ പറയുന്നു, മാധ്യമം എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ ആശയങ്ങളോട് എപ്പോഴും അതിനോട് യോജിച്ചു നിൽക്കുന്ന മാധ്യമപത്രം തന്നെ വളരെ കൃത്യമായി ഒരു പത്രപ്രവർത്തനത്തിന്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് അവര് ഈ 25 പേരുടെ പടങ്ങൾ, ഞാൻ മറ്റു പത്രങ്ങളൊന്നും 25 പേരുടെ പടങ്ങൾ ഇങ്ങനെ കൊടുത്തായി കണ്ടില്ല കേട്ടോ. ഇന്നലെ ദേശാഭിമാനി, അതുപോലെ ദേശാഭിമാനി ഇന്നലെ ഈ 26 പേരുടെ ഒരു പട്ടിക കൊടുത്തിരുന്നു. അതിലും വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന ഒരു മുസ്ലിമിന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എന്നിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും നമ്മുടെ ഈ അന്തംകമ്മികള് ഈ ഇന്ത്യ TV ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പൽഹാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടിക എന്ന് പറഞ്ഞിട്ട് ഈ 15 മുസ്ലിം പേരുകളുടെ പട്ടിക ഇവരിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം വിശ്വസിപ്പിക്കുകയാണ് അവിടെ നടന്നത് ഒരു ഹിന്ദു വംശീയഹത്യൊന്നല്ല, അത് സാധാരണ രീതിയിലുള്ള ഒരു ഭീകര ആക്രമണമാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്. അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ, ഞാൻ വിചാരിച്ചത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ വിശ്വസിച്ച, ഞാൻ അവരുടെ പേര് പറയാൻ എനിക്ക് വയ്യ. കാരണം അവരുടെ പേരൊക്കെ പറയാൻ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. കാരണം ഇവിടുത്തെ നമ്മുടെ കോഴിക്കോട്ടെ ഏറ്റവും പ്രശസ്തരായ, എല്ലാവരും അറിയുന്ന സാംസ്കാരിക പ്രവർത്തകരായ, സാംസ്കാരിക നായകരായ, ഇടതുപക്ഷക്കാരായ ആൾക്കാരാണ് ഈ പോസ്റ്റൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതായത് ഇതാണ് ആ ഒരു പോസ്റ്റ്. അതായത് ഒരു താടിക്കാരന്റെ ഒരു പടം കൊടുത്തിട്ടെ, കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ച BJP നേതാവ് അറസ്റ്റിൽ. കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ച BJP നേതാവ് അറസ്റ്റിൽ. ഒരാളുടെ പടം എന്താണെന്നൊന്നുമില്ല, ഇതിന്റെ ഒരു ലിങ്കോ കാര്യങ്ങളൊന്നുമില്ല, അത് എവിടുന്ന് കിട്ടിയ വാർത്തയാണ് എന്താണെന്നൊന്നുമില്ല. ഇത് മാത്രം, കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ച BJP നേതാവ് അറസ്റ്റിൽ. ഈ BJP നേതാവിന്റെ പേരുമില്ല, എന്താണെന്നൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടുന്ന സമയത്ത് അന്തംകമ്മികളുടെ അല്ലെങ്കിൽ സുഡാപ്പികളുടെ ഒരു സന്തോഷം എന്താ അറിയോ? കാശ്മീരില് തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ചതാരാണ്? BJP നേതാവ്. ഏത് BJP നേതാവ് എന്ന് അറിയേണ്ട കാര്യമില്ല, ഒരു BJP നേതാവ്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. തീവ്രവാദ സംഘടനകൾക്ക് BJPന്റെ ഒരു നേതാവ് ആയുധം എത്തിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ LKG പഠിക്കുന്ന കുട്ടികൾ വിശ്വസിക്കൂ. പക്ഷെ ഇത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഭയങ്കര ആരാധിക്കുന്ന ഒരു നാടക പ്രവർത്തകൻ, മറ്റു സാമൂഹ്യ പ്രവർത്തകർ, അവരൊക്കെയാണ് ഈ സംഭവം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയവർക്കൊക്കെ. ഇവരും ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് മറ്റേ ഞാൻ പറഞ്ഞ അഭേദ്യത്തിന്റെ കഷ്ടം തിന്നുന്ന ആൾക്കാരാണ് തോന്നുന്നു. ഇങ്ങനെ ഞാൻ ഇപ്പൊ രണ്ട് പോസ്റ്റുകൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ. ഇങ്ങനെ നൂറായിരം പോസ്റ്റുകളാണ് നമ്മുടെ രാജ്യവിരുദ്ധമായ, അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ ഈ യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് BJP സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ വിദ്വേഷം വമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് വേറൊരു വാർത്തയോട് ഞാൻ കാണിച്ചുതരാം. മാതൃഭൂമിയിൽ ഞാൻ മറ്റു പത്രങ്ങൾ നോക്കിയപ്പോൾ അത് കണ്ടില്ല. മാതൃഭൂമിയുടെ 11ാം പേജിൽ ഒരു ചെറിയ വാർത്തയുണ്ട്. അതെങ്ങനെയാണ്? ഭീകര ആക്രമണത്തെ പറ്റി അപകീർത്തികരമായ പരാമർശം, അസം MLA അറസ്റ്റിൽ. ഇവിടെയാണ് വാർത്ത. വളരെ ചെറിയൊരു വാർത്തയാണ്, ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതായത് ആസാമിലെ ഒരു MLA അറസ്റ്റ് ചെയ്തു. ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടതല്ല, ഇയാള് പൊതുവേദിയിൽ പ്രസംഗിച്ചു. ആ വാർത്ത മാതൃഭൂമി കൊടുത്ത് ഇങ്ങനെയാണ്: പഹൽഗാം ഭീകര ആക്രമണത്തെ കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയ അസം പ്രതിപക്ഷ MLA അറസ്റ്റിൽ.
AIUDF MLA അമീനുൽ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു പൊതുയോഗത്തിനിടെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രകോപനപരവുമായ പ്രസ്താവന നടത്തിയതിനാണ് അമീനുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തതെന്ന് അസം പോലീസ് വ്യക്തമാക്കി. തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രകോപനപരവുമായ ഒരു പ്രസ്താവന, ആ പ്രസ്താവന ഏത് എന്ന് മാതൃഭൂമി പത്രം പറഞ്ഞിട്ടില്ല. അത് മാതൃഭൂമിയുടെ ഒരു മാന്യത എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും അവാസ്തവവുമായ, പ്രത്യേകിച്ചും രാജ്യദ്രോഹപരവുമായ ഒരു പ്രസ്താവന വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അമീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ AIUDFന്റെ MLA ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എന്താന്ന് വെച്ചാൽ, പുൽവാമ ആക്രമണം നടത്തിയത്, പുൽവാമ ആക്രമണത്തിൽ 40 ജവാന്മാർ കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഭീകരവാദികളല്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് BJP നേതാക്കളായിരുന്നു. പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഭീകരാക്രമണം. അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഭീകരവാദികളല്ല എന്നും, ഇത് യഥാർത്ഥത്തിൽ BJP ഉണ്ടാക്കിയ ഒരു ആക്രമണമാണ് എന്നുള്ള തരത്തിലുമാണ് ഇത് സംസാരിച്ചത്. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നാണ് വാർത്ത, പരാമർശം MLA അറസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ദേശാഭിമാനി ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ ദേശാഭിമാനിയാണ്. ഇന്നലത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിന്റെ ഒരു ഭാഗമുണ്ട്. ഇന്നലത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിന്റെ ഒരു ഭാഗം എങ്ങനെയാണ്: 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം രാജ്യത്തെ രാഷ്ട്രീയ ഗതിയെ മാറ്റിമറിച്ചു. 40 CRPF ജവാന്മാരാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചത്. പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നു എന്നും സുരക്ഷാ പിഴവുകൾ സംഭവിച്ചതായും ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതായും മാലിക് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ പറയുന്ന AIUDFന്റെ MLA ആയ നസീറുൽ ഇസ്ലാം പറഞ്ഞതിന്റെ മറ്റൊരു വേർഷനാണ് ദേശാഭിമാനി എഡിറ്റോറിയലിലൂടെ പറയുന്നത്. അതായത് പുൽവാമയിലുണ്ടായ ആക്രമണം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയ ഒരു ആക്രമണമാണ്, യഥാർത്ഥത്തിലുള്ള ഭീകരാക്രമണമായിരുന്നില്ല, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഈ പത്രം ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, അതിന്റെ കൂടെ പറയുന്നു, മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. സങ്കുചിത രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക, വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് BJP സർക്കാരിന്റെ ഓരോ നീക്കവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ഇതേ പത്രത്തിൽ തന്നെ, അതായത് ഇന്നത്തെ പത്രത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് സത്യപാൽ മാലിക്, ഇവരുടെ വിചാരം സത്യപാൽ മാലിക് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെയും മേലെയുള്ള ആളാണ് സത്യപാൽ മാലിക് എന്നാണ് ഈ ദേശാഭിമാനിക്കാർ പറയുന്നത്. അതായത് സത്യപാൽ മാലിക്കിന്റെ മറ്റൊരു പ്രസ്താവന കൂടി ഒരു വലിയ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചർച്ചയായി സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ. ഇവര് വീണ്ടും പുറത്തെടുക്കുകയാണ് സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന. സത്യപാൽ മാലിക് ഇയാൾ വട്ടുപിടിച്ചൊരു മനുഷ്യൻ. ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ? 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെ കുറിച്ച് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാകുന്നു. ഇവർ ചർച്ചയാക്കിയാണ്, ദേശാഭിമാനിയും അന്തംഗമികളും വീണ്ടും ചർച്ചയാക്കിയാണ്. പണ്ട് സത്യപാൽ മാലിക് ഈ പുൽവാമ ഭീകരാക്രമണം യഥാർത്ഥത്തിലുള്ള ആക്രമണം ആയിരുന്നില്ല, അതിൽ ഒരുപാട് സുരക്ഷാ പിഴവുകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് BJP-കാരാണ്, RSS-കാരാണ്, നരേന്ദ്രമോദിയാണ് എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ കെട്ടിച്ചമച്ച കഥകൾ വീണ്ടും ഇവർ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇത് ചർച്ചയാക്കി. ഇവര് ചർച്ചയാക്കിയിട്ട് ഇത് ചർച്ചയായി എന്ന് പറയുകയാണ്. ഒന്ന് നോക്കിയാട്ടെ ഈ ദേശാഭിമാനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലേക്ക് പോയി കണ്ട് അവിടെയുള്ള ഭീകരരെ പിടിച്ചുകൊണ്ടുവരും. ആദ്യം നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇമ്മാതിരി കുറെ എണ്ണുണ്ട്, ഇവരെ പിടിച്ച് അകത്തിട്ടാൽ മീഡിയ വണ്ണ് പോലെ, ദേശാഭിമാനി പോലെ ഇത്തരത്തിൽ ഏറ്റവും അധികം വർഗീയ വിഷം വമിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മാപ്രകളെ, ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ ആദ്യം പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ നാട് ഏതാണ്ട് വളരെ വളരെ സൗഹാർദ്ദപരവും വളരെ സ്നേഹത്തോടെ ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടായി മാറും. ഇവിടെ വിദ്വേഷം ജനിപ്പിക്കുന്നത്, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നത് ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന മീഡിയ വണ്ണും ഇത്തരത്തിലുള്ള ഈ ദേശാഭിമാനി പോലുള്ള അന്തംഗമികളുടെ പത്രവുമാണ്. ഇതിന് മുഴുവനും സത്യപാൽ മാലിക്കിന്റെ പഴയ ആരോപണങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞത്ര ഇത് ആരോടും പറയരുത്. ഇതാണ് ഒരു ഭാഗത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ വാസ്തവം? അതല്ലാതെ അന്തംഗമികൾ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അമേദ്യം ഭക്ഷിക്കുന്ന അന്തംഗമികൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇതാണ് സത്യം എന്ന്, കാരണം അങ്ങനെയാണല്ലോ, ഈ ഒരു നുണ തന്നെ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് സത്യമാണെന്ന് നമുക്ക് തോന്നും. 1000 തവണ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് അങ്ങനെ ആയിരുന്നല്ലോ ഈ BJP സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്ന പണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ നമുക്കറിയാം, അവിടെ ഗർഭിണി ശൂലം എന്നൊക്കെ പറഞ്ഞേ, ഇവിടുത്തെ ഗർഭിണി ഇവിടുത്തെ ശൂലം, അങ്ങനെ ഒരു സംഭവമില്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ. ഗർഭിണിയുടെ വയറ് കുത്തി തുറന്നു, ശൂലം കൊണ്ട് കുത്തിയെ പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിവൈകാരികത തുളുമ്പുന്ന, വർഗീയ വിഷം തുളുമ്പുന്ന ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ അന്തംഗമ്മികൾ പ്രചരിപ്പിക്കുന്നത്, സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്, അന്തംഗമ്മി സുഡാപ്പി കോംബോകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുളുമ്പുന്ന ഈ പോസ്റ്റുകൾ നമ്മൾ കഴിയുന്നിടത്തോളം ഇത്തരം സംഭവങ്ങൾ നമ്മൾ തന്നെങ്കിലും തിരിച്ചറിയണം എന്നുള്ള ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.